തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തിനിറച്ച് ഗവൺറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് 53,000 കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പൊ വേറെ അക്കൗണ്ടാണ് പറയുന്നത്. നേരത്തെ 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നതല്ല. ആ കണക്കിലല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ഈ പ്രസംഗത്തിൽ പറയുന്നു. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യാൻ കഴിയാതെ വിവിധ രംഗങ്ങൾ, കേരളം നേട്ടമുണ്ടാക്കിയ വിവിധ രംഗങ്ങൾ എല്ലാത്തിനെയും തകർത്തിട്ടാണ് ഇത്രയും വലിയ ഒരു തെറ്റായ ഒരു ഗവേണൻസ്, തെറ്റായ വഴിയിലൂടെ പോയ ഒരു ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും മോശമായി പെർഫോം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഇതിലെ ഈ അവകാശവാദങ്ങളും, ഞാൻ പറഞ്ഞ അർദ്ധസത്യങ്ങളും അവകാശവാദങ്ങളും മാത്രമാണിത്. ഈ ഡോക്യുമെന്റിന് ഒരു പ്രസക്തിയില്ല. പിന്നെ ഭരണഘടന അനുസരിച്ച് 175, 176 ആർട്ടിക്കിൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അതിനോട് ഗവൺമെന്റ് പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഈ പ്രസംഗം ഇത് തെറ്റായ അവകാശവാദങ്ങളാണ് മുഴുവൻ ഉള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. പിന്നെ ഗവർണറുമായിട്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവും. സർക്കാരിന്റെ അപ്പോഴത്തെ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ഗവർണറായിട്ടുള്ള സെറ്റിൽമെന്റാണ്. ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഈ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ മുഴുവൻ സംഘർഷഭരിതമാക്കി. എല്ലായിടത്തും ആക്രമണങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിരുന്നു. ഒരു രാത്രി പുലർന്ന് നേരം വെളുത്തപ്പോ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. എല്ലാം ഇവര് ഒത്തുതീർപ്പിലാക്കി. എല്ലാം ഒത്തുതീർപ്പിലാക്കി. നേരം പുലർന്നപ്പോ ഒരു തർക്കമില്ല ഗവർണറുമായിട്ട്. വീതം വെച്ചെടുക്കുകയാണ് വൈസ് ചാൻസലർമാരെ. ആ രീതിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്തിനാണ് ഇവര് കേരളത്തെ കബളിപ്പിച്ചത്? അതിന്റെ ഒരു നാടകം ആണ് ഇന്നിവിടെ സഭയിൽ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇൻ പ്രിൻസിപ്പൽ അതിനോട് യോജിക്കുന്നു. ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത്. പക്ഷെ ഇവര് ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു തുടങ്ങി കേരളത്തിൽ. അതാണ് സ്ഥിതി. അപ്പോ മാത്രമല്ല ഇനിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. 10 കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവർ ഇനി നടത്തുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ്. അപ്പോൾ അതിനൊരു വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട ഒരു ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പ്രത്യേകം പറയും.